ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നല്ല ടേസ്റ്റിൽ ഒരു അടിപൊളി വെജ് ബിരിയാണീൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ബിരിയാണി നമ്മൾ കുക്കറിലാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 5 ലിറ്ററിൻ്റെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് അരിയുടെ അളവാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുക്കറൊന്ന് ചൂടായാൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചൂടായ നെയ്യിലേക്ക് ഒരു നുള്ള് പെരുംജീരകവും ഒരു 2-3 ഗ്രാമ്പുവും അതുപോലെ തന്നെ 2-3 ഏലക്കായും ബേ ലീഫും പട്ടയൊക്കെ ചേർന്ന് ഒന്ന് ഇത് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത സ്പൈസസൊക്കെ നന്നായി ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 5-6 പച്ചമുളകൊക്കെ കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പച്ചമുളക് നമ്മളെ എരിവിൻ്റെ ആവശ്യത്തിനുള്ളത് നോക്കിയെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ചേർത്ത് ഈ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് നന്നായി മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം സൈസ് ആയതുകൊണ്ട് ഞാൻ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഉള്ളി നീളത്തിലരിഞ്ഞത് ചേർത്തിട്ട് അല്പം ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും അത്രയേ വേണ്ടൂ. അത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു പിടി മല്ലിയിലയും കുറച്ച് പുതിനയിലയും അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തക്കാളി നല്ല വെന്ത് ഉടഞ്ഞ് നല്ല രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂണ് തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ആൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ഞാനിവിടെ സോയ വേവിച്ചെടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ വേവിച്ച് പിഴിഞ്ഞെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പൊട്ടറ്റോ, പിന്നെ ചെറിയ ബീൻസ്, ഒരു കഷ്ണം ക്യാരറ്റ്, ക്യാപ്സിക്കത്തിൻ്റെ 2-3 കളറും ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം കുറച്ച് കുറച്ച് മതി. നമ്മൾ 2 ഗ്ലാസ് അരിൻ്റെ അളവിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ വെജിറ്റബിൾസും ഇതിന് ആവശ്യമുള്ളത് മതി. അപ്പോൾ എല്ലാവരും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ചേർത്തത്. പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് പനീറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ്, അത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അതും കൂടി ചേർത്ത് പനീർ കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും ചേർത്തിട്ട് ഒന്ന് പുരട്ടി ഒരു 10-20 മിനിറ്റ് വെച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിയും ഇതിൽ കൂടി തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക ചെയ്യാം. അപ്പോൾ അരി വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 3-3/4 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ്. ആ കണക്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി 20 മിനിറ്റ് നമ്മൾ കുതിർത്ത് വെച്ച അരിയാണ്. അതായത് കഴുകി അതിന് ശേഷം 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് അരിച്ച് വെച്ചിരിക്കുന്ന അരിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 3-3/4 ഗ്ലാസ് വെള്ളം ചേർക്കുക. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പുളിനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർത്ത വെള്ളം നന്നായി തിളക്കുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായി ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരിയുണ്ട്. 2 ഗ്ലാസ് അരി ബസ്മതി റൈസാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരി മുഴുവനായി ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ മൂടി നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ മൂടി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വിസിലിടുന്നില്ല. വിസിലിടാണ്ടാണ് നമ്മൾ കുക്കർ ക്ലോസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഒരു 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 7 മിനിറ്റ് കൊണ്ട് നമ്മുടെ
ചോറ് റെഡിയാവും. പക്ഷേ അന്നേരം തന്നെ ഓപ്പൺ ചെയ്യാൻ പാടില്ല. അപ്പോൾ 7 മിനിറ്റിന് ശേഷം നമ്മളിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കും. അതിനുശേഷം 20 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ ആ സമയം കൊണ്ട് നമുക്കിത് തുറക്കാം. 20 മിനിറ്റ് ശേഷം കഴിയണം. പിന്നെ അരമണിക്കൂറിൽ കൂടുതലും ആകാൻ പാടില്ല. അന്നേരം നല്ല ചോറ് ഭയങ്കരമായിട്ട് വെന്ത് പോവും. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം അരമണിക്കൂറിനുള്ളിലായിട്ട് നമുക്കിത് തുറന്നു കൊടുക്കാം. അപ്പോൾ എൻ്റെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചോറ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കാരണം കുക്കറിൽ തന്നെ കിടന്നാൽ ചോറ് നന്നായിട്ട് വെന്ത് പോവും. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നല്ല കറക്റ്റ് പെർഫെക്റ്റ്ലി നമുക്ക് അടിപൊളി വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ടൈം കാണുമ്പോൾ നിങ്ങൾക്ക് റൈസ് ഒരു വെറ്റ് ടൈപ്പായിട്ട് തോന്നും. അപ്പോൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. അത് ഈ ചൂടൊക്കെ ഒന്ന് ഇതാവുമ്പോൾ കറക്റ്റ് റൈസായിട്ട് കിട്ടും. ഈ വെറ്റിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ കറക്റ്റായിരിക്കും. അപ്പോൾ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനിനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മളെ ഉള്ളിയൊക്കെ എണ്ണയിൽ പൊരിച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇട്ട് ബാക്കി ചോറും കൂടി ഇട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായിട്ടും അറിയിക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.